ഞാൻ മുറിച്ചതാണ്. എന്റെ കാര്യം മുറിച്ചു. മൂന്നായിട്ട് ഇവിടെ എന്റെ മുറിച്ചു എടുത്തു. വഴിയിലോട്ട് അവന്റെ സാമാനം കണ്ടിട്ട് അവനൊരു ചീത്ത വിളിക്കാൻ വേണ്ടായിരുന്നല്ലോ. നമ്മൾ അവന്റെ വഴിയിലോട്ട് ഇറങ്ങുന്നു. എന്റെ ഡാവാ നമ്മൾ ഇവന്റെ വഴിയിലെങ്ങാണ് ഇറങ്ങുന്നു. എന്റെ വഴിയിൽ ആരാണ്ട് ഇറങ്ങുന്നുണ്ട്. ഈ കെട്ടവന്റെ ഈ ചുമന്നതയിൽ പോകുന്ന എന്റെ വഴിയിലോട്ട് ആരാണ്ട് ഇറങ്ങുന്നു. നമ്മൾ പറയുന്നത് ചുമന്നതയിൽ നമ്മളെ അവിടെ എഴുതി വെച്ചാൽ അവന്റെ വഴി കണ്ടാൽ അവന്റെ വഴിയിൽ കൂടെ പോകുന്നവരെ കണ്ടാലും അറിയാം ചുമന്നതയിലേക്ക് പോവാന്ന്. അങ്ങനത്തെ അൺകൾച്ചേർഡ് സ്റ്റാൻഡേർഡ് പീപ്പിൾ അവന്റെ വീട്ടിലോട്ട് പോകുന്നതല്ല. 1040 വട്ടം കെട്ട പാട്ടവർക്കി എല്ലാം പോവല്ലേ എന്റെ വീട്ടിലോട്ട്. അല്ലയോമേ കെട്ട പാട്ടവർക്കി എല്ലാം എന്റെ വീട്ടിലോട്ട് പോവാ. ചുമന്നതിരിയിലോട്ട് എന്റെ വീട്ടിലോട്ട്. ഞങ്ങളുടെ വീട്ടിലല്ല എന്ന് പറയണോ. പാട്ടവർക്കിയൊന്നും ഞങ്ങൾ കയറ്റാറില്ല. ഞങ്ങൾ ഞാൻ അടച്ചു വെച്ചിരിക്കില്ല. പാട്ടവർക്കിയും കൂട്ടവർക്കിയൊന്നും ഞങ്ങൾ കയറ്റുന്നില്ല. കണ്ട പാട്ടവർക്കിയൊന്നും എന്റെ വീട്ടിലോട്ടാ. പാട്ടവർക്കി ചിരട്ടവർക്കി എന്ന് വേണ്ട അങ്ങനെ പലതും പോകുന്നത്. എല്ലാം പോകുന്നുണ്ടോ? പോയില്ല. അത് പോകത്തില്ല. അത് കണ്ടറിയാൻ പോകത്തില്ലെന്ന്. നീ കീറുപോന്ന് അറിയാമെന്ന് അറിഞ്ഞാൽ മതി. നീ കീറുപോന്ന് അറിഞ്ഞാൽ മതി. കീറുപോ നമ്മ പറഞ്ഞില്ലേ ഇവരുടെ കടയിൽ നിന്ന് വാങ്ങിച്ചത് കീറിയെന്ന്. ഒരു കയ്യിലാണ്ട് കയ്യിൽ ഒരു മാസം പോലും കൊടുത്തില്ല. 150 രൂപ ആയി വില. അതൊക്കെ കൊടുക്കാൻ ഞാനിപ്പോ കൊണ്ടുവന്ന് വെക്കുന്നു. അത് വെച്ച് പഴക്കമുള്ള കണ്ടുണ്ട് പുതിയ വാങ്ങുന്നത്. എറണാകുളത്ത് ബീഫും ബൂഫും എല്ലാം കഴിച്ചായിരുന്നു ഞാൻ നടന്നത്. എറണാകുളത്ത് ജോലി ചെയ്യുമ്പോഴേ ദിവസവും ബീഫ് വാങ്ങിച്ച് കഴിക്കുമായിരുന്നു. ദിവസവും. എന്നിട്ട് ഒരു മുഖവും ചാടിയില്ലായിരുന്നു. ദിവസം മിക്ക ദിവസവും 100 രൂപയുടെ ബീഫ് ഫ്രൈ വാങ്ങിച്ചോണ്ട് പോയി കഴിക്കുന്നത്. എന്നിട്ട് ഒരു അറ്റാക്കും വന്നില്ല. എന്തോ അവരിത് നോക്കുവാണ്. പോയത് ഇങ്ങനെ കാണിച്ചത്. ബീഫ് ഫ്രൈ 100 രൂപയുടെ ബീഫ് ഫ്രൈ വാങ്ങിച്ചു വെച്ചിരുന്നു. 100 രൂപയുടെ അമ്മയ്ക്ക് വേണോ? അമ്മയ്ക്ക് വേണമെന്ന് പറ. അമ്മയ്ക്ക് വേണമെങ്കിൽ വാങ്ങിച്ചു തരും. 1 കിലോ വാങ്ങിച്ചാൽ മതി. 1 കിലോ ആയിട്ട് പോയി കിട്ടുമോ? ഇതൊക്കെ വാങ്ങിക്കുക. ഇതെന്താ വാങ്ങിക്കാൻ? പിന്നെ നമ്മള് കറി വെച്ചേ കുറച്ചെടുത്ത് ഫ്രിഡ്ജിലങ്ങ് മാറ്റി വെച്ചിരുന്നാൽ മതി. തൊടാതെ നല്ലപോലെ എരിയൊക്കെ ചേർത്ത് വാങ്ങിക്കൊണ്ടാൽ. ചിക്കന് എന്തോ കുഴപ്പമൊന്നുമുള്ളതല്ല. ചിക്കൻ തന്നെ അത് എന്തോ ഇതാ പ്രോട്ടീനേ ഉള്ളു. അത് നീ വരകോഴി ചെറിയ മീൻ വാങ്ങിക്കും. നാളെ മീൻ വേണം. ഇന്ന് വേണ്ട, നാളെ വാങ്ങിക്കും. ഇന്ന് മീൻ അയാളെ തിലോപ്പിയ നമ്മൾക്ക് വേണ്ടാന്ന് എന്നും അങ്ങനെ ഇപ്പൊ തിലോപ്പിയാണ്. ചെവിയാക്കുന്നില്ലയോ? പോയോ? എന്തിയെ? കൊറേ നാളായിട്ടായിരുന്നു. എന്റെ പഠിക്കാനാ ചോദിച്ചു. എന്ത് പറഞ്ഞു തരാമെന്ന്. പണ്ടെന്നോട് ചോദിച്ചു 8,000 ചില്ലറയാ. 8,000 ചില്ലറ തരാമോ? അതും ചോദിക്കണം. അതിന് തരുമോ? അമ്മ ചോദിക്കും. കൊടുക്കാനുണ്ടോ? ഞാൻ കൊടുക്കാൻ. ഞാൻ എന്ത് കൊടുക്കാനാണ്? പിന്നെ കൈകൊണ്ട് ചോദിക്കുന്നത്. അമ്മ ആരെങ്കിലും തന്നോ എന്റെ കാശ്? അത് അവള് 26,000 രൂപ ഇവിടെ കയറിയിരുന്ന് വാങ്ങിച്ചത്. വാങ്ങിക്കാൻ ചോദിച്ചാൽ കൊടുക്കരുത്. എന്നോട് ചോദിക്കുന്നില്ലല്ലോ. ഇപ്പൊ കൊടുക്കുന്നു. ഇപ്പൊ ആരെങ്കിലും ചോദിക്കുവോ? ചോദിക്കത്തില്ലല്ലോ. ഒരുത്തും ചോദിച്ചു നോക്കി. അല്ല മന്ദിരത്തിലെ കാശ് വല്ല ഇരിക്കുന്ന അതേപോലെ ചോദിപ്പിക്കുന്ന കാശ് വല്ല ഇരിക്കുന്നോ? ഇങ്ങനെ കാശൊക്കെ വാങ്ങിച്ചിട്ട് ഒത്തിരി നല്ലപോലെ ഞണ്ണി എന്തായാലും കണ്ടവരെല്ലാം കാശ് പോലെ നാണോമാനം ഇല്ല മോട്ടിക്കാൻ. എന്റെ അച്ഛൻ്റെ ഇതുപോലെ മോട്ടിച്ചതല്ല. മോട്ടിച്ച് ഇവന്മാര് തന്നെ മോട്ടിച്ച് തിന്നവായതല്ല. ഇവന്മാര് മറ്റുള്ളവരെ കൊണ്ട്
വാങ്ങിപ്പിച്ചതാ എന്റെ അച്ഛന്റെ കാശില്ല, ബുദ്ധിയില്ലാതെ പോയി. അച്ഛന്റെ പേര് വെച്ചിട്ടുണ്ടല്ലോ. അവരെ കൊണ്ടൊക്കെ വാങ്ങിപ്പിക്കുന്നതാ എന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന്. എന്ന് വെച്ചാൽ ഇവർക്ക് നേരിട്ട് വന്ന് വാങ്ങിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് മറ്റുള്ളവരെ കൊണ്ട് വാങ്ങിപ്പിച്ചേച്ച് വാങ്ങിച്ചെടുക്കുന്നതാണ്. മാത്രം രൂപയാ. അതാ ഞാൻ 10,000 രൂപ ഞാൻ കൂട്ടി. അന്നത്തെ 70,000 ഒന്നും ഇല്ലയോ? എത്ര സ്വർണം വാങ്ങിക്കാം അന്നത്തെ 70,000 രൂപയ്ക്ക്? 80-കളിലേക്ക് 70,000 വിലയില്ലേ? 80-കളിലെ 70,000. 93-ല് എന്റെ അച്ഛൻ മരിച്ചു. 93 വരെ ഇരുന്നില്ല. എത്ര 90 മരിച്ചു എന്റെ അച്ഛൻ. 90-ല് അതുവരെയുള്ള 70,000 വിലയൊന്നും ഇല്ലയോ? കട്ടുമുടിച്ച് തിന്നു ഇതുപോലെ. നമ്മളെ ഇതുവരെ കട്ടുമുടിച്ച് തിന്നാന്നാ വിചാരിച്ചത്. കട്ടുമുടിച്ച് തിന്നാന്ന് വിചാരിച്ചു. നമുക്ക് ദൈവം എല്ലാം പറഞ്ഞു തന്നു. എന്റെ ശനി 10-ലാ. ശനി 10-ലെ ശനിയാ. യോഗകാരകനാ. 10-ലെ ശനി എന്ന് പറഞ്ഞാൽ യോഗകാരകനാണ്. യോഗം ഉണ്ടാക്കുന്നവനാണ്. യോഗം. രോഗമല്ല, യോഗം. 10-ലെ ശനി യോഗകാരകനാ. പക്ഷേ നമ്മളെ ഇച്ചിരി എന്തുവാ കാണിച്ചു തരും. അതിനുള്ള പരീക്ഷണമൊക്കെ ചെയ്യത്തുള്ളൂ. നമ്മളെ കാണിച്ചു തരും കള്ളരെയല്ല, കള്ളജാതികളെയല്ല, ഏതൊക്കെ ആയാലും ശരി ആരൊക്കെയാ കള്ളരെന്നുള്ളത്. അത് അവൻ കാണിച്ചു തന്നു. എന്തായാലും അത് ശരിക്ക് കാണിച്ചു തന്നു കള്ളരെയല്ല. നല്ലപോലെ കള്ളരെ കാണിച്ചു തന്നു. 17 വർഷം അവൻ്റെ കൂടെ നിന്നിട്ട് ഒരു വാഷിംഗ് മെഷീൻ വാങ്ങിച്ചില്ല. ഒരു വാഷിംഗ് മെഷീന്. അതേസമയം ഞങ്ങൾ അവിടെ ഡൽഹിയിലെ 3 വർഷം നിന്നുള്ളൂ. വാഷിംഗ് മെഷീൻ, ഇൻവെർട്ടർ സഹിതം, ക്യാമറ, ഇൻവെർട്ടർ, ഫ്രിഡ്ജ്, മേശ, ലാപ്ടോപ്പ്, പിന്നെ 3 ഫാന്, ഒരു സീലിംഗ് ഫാന്, മെത്ത, 2 കസേര, കമ്പ്യൂട്ടർ ചെയർ, എന്തെല്ലാം, ഗ്യാസ്, പാത്രങ്ങൾ മുഴുവൻ എല്ലാം വാങ്ങിച്ച്. എ സി 37,000 രൂപയുടെ AC. അതെല്ലാം കൊടുത്ത് അങ്ങനെ അത്രയും 3 വർഷം കൊണ്ട് വാങ്ങിക്കാമെങ്കിലേ ഇവരെന്തോ എന്റെ സ്വർണ്ണം തന്നെ ഇവൻ വാങ്ങിച്ച് പുട്ടടിച്ചില്ലയോ? ഇവരെന്തേ വാങ്ങിച്ചു? എന്റെ സ്വർണ്ണം എന്നെ നമ്മുടെ ഇടിപ്പിക്കത്തില്ലായിരുന്നു. ഇവനങ്ങ് പണയം വെച്ച് ആർക്കാണ്ടെല്ലാം കൊടുക്കുമായിരുന്നു. എന്റെ ഒരു സ്വർണ്ണമാണ്. ഞാനിങ്ങനെ വിചാരിക്കുമായിരുന്നു, നമ്മളത് ഇട്ടിട്ടേ ഇല്ല. നമ്മള് ജോലിയുടെ കാറ്റിനുമായി ചെയ്ത് അതിൽ ഉള്ളതല്ല. അതിന്റെ മാലയുടെ ഇവിടെ എല്ലാം ചുരുങ്ങിയിരിക്കും. നമ്മൾ ഇട്ടിട്ടേ ഇല്ല. അഴുക്ക് പിടിച്ച് ഏതവളാണ് അത് കൊണ്ടിട്ടത്. ഇവൻ ഏതവക്കാ കൊണ്ടുകൊടുത്തെന്ന് അറിയത്തില്ല. ഏതവനെ ഇടാനാ ഏതവക്കാണ്. ഏതോ കെട്ടവക്കായിരിക്കും ഇതെല്ലാം അഴുക്ക് പിടിച്ചിരിക്കുന്ന ആ കെട്ടവളിട്ട്. അങ്ങനത്തെ അവനാ ഇതെല്ലാം നമ്മളെ നശിപ്പിച്ച്. അതെല്ലാം ഇവിടെ നിന്ന് ഇതായില്ല. നമ്മളെ വലച്ച് നമ്മള് പേഴ്സ് പറഞ്ഞ് ഇതാക്കിയതാ. അന്നേരം വില ഉണ്ടായിരുന്നു ആറുകൾ. ദൈവമേ, ഇതെല്ലാം കാണണേ ഭഗവാനെ കൃഷ്ണ. നമ്മളെ മുടിച്ചത് ഇവന്മാര് 103 പവനാവും മുടിച്ചത്. 103 പവൻ. 17 വർഷം എന്റെ കാറും കൊണ്ട് ചുറ്റി നടന്നവൻ. 17 വർഷം എന്റെ കാറും 103 പവനാവും മുടിച്ചതവൻ. മുടിച്ചു വാരി നമ്മളെ. മുടിച്ചു വാരി നമ്മളെ 17 വർഷം നിന്ന് അവൻ മുടിച്ചു വാരി നമ്മളത്. ഒത്തിരി മുടിച്ചു വാരാൻ നോക്കിയവന്. ഫുള്ളും അങ്ങ് മുടിച്ചു വാരാമെന്നായിരുന്നു അവന്റെ വിചാരം. മുഴുവൻ മുടിച്ചു വാരാമെന്ന്. അവനിവിടെ ടെമ്പററിയാണ്. അവൻ പറഞ്ഞതാ. പട്ടക്കോട്ടയിലെ ഗോപിബാബന്റെ എടുക്കല. ഞാനിവിടെ ടെമ്പററിയാണ്. ആണോ? ഞാനും ഓർക്കുന്നുണ്ടോ? അവന്റെ എല്ലാം നമ്മൾ ഓർത്ത് വെച്ചിരിക്കുക. ഇവൻ ഇവിടെ വന്നിരുന്ന ഓർക്കുന്നില്ലയോ? ഞാനും ഓർക്കുന്നുണ്ട് നല്ലപോലെ. ഗോപി പറയുന്നു ഞാനിവിടെ ടെമ്പററിയാ. ഒരു ടെമ്പററി അവന്റെ എല്ലാം ടെമ്പററിയാ. എന്തിനാ നിന്റെ ഇല്ല? ഇപ്പൊ നീ അവിടെയും ടെമ്പററി ആണോ? നീ എങ്ങോട്ടാടാ പോകുന്നത്? ഇനി നീ ഏത് ഭാഗത്തോട്ടാ മൂന്നുന്നത്? നീ ഏത് കേരളത്തിന്റെ വടക്കോട്ടാണോ എങ്ങോട്ടാണോ നീ മൂന്നുന്നത്? എങ്ങോട്ടാ നീ മൂന്നുന്നത്? ടെമ്പററിക്കാരൻ നീ എങ്ങാണ്ടോട്ട് പോകുന്നവൻ ടെമ്പററിക്കാരൻ. അല്ലാണ്ട് കട്ടി ഇരിപ്പുണ്ട് എവിടെയോ ചെന്ന്. എവിടെയോ കട്ടുകയറി ഇരിപ്പുണ്ട്. അവൻ അവിടോട്ട് പോകാനാ ടെമ്പററിക്കാരന്. അമ്മയുടെ വിചാരം ഞാനിതൊന്നും ഓർക്കുന്നില്ലെന്നാണോ? എന്റെ എല്ലാ